ഹലോ ഗായ്സ്, ഞാൻ ഈ ഡ്രൈവൊക്കെ ചെയ്ത് പട്ടിഷോ കാട്ടി എങ്ങോട്ടാണ് പോണേ? ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കുള്ളൊരു ഡ്രൈവാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഫാമിലി മാത്രം ഒരുപാട് നാളായി ജസ്റ്റ് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ഇത് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു വലിയൊരു ഒരു പാടം പോലെ, പാടല്ല, ഒരു പറമ്പ്, അതിൽ ഇങ്ങനെ കുറേ വണ്ടികൾ ഇടാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിൽ കയറിയിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് ഇവരുടെ റിസോർട്ടിലേക്ക് ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത് ഇങ്ങനെ ഒരു ചങ്ങാടം എന്നൊക്കെ ആ ഒരു സെറ്റപ്പുള്ളൊരു സാധനമാണ്. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് പോണ ആ ഒരു കുറച്ച് ടൈം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതെന്തോ ഒരു രസം. പിന്നെ ഞങ്ങൾ പോയൊരു ടൈമിൽ നല്ല മഴയായിരുന്നു. ഭാഗ്യത്തിന് എന്തോ വീട്ടിൽ നിന്ന് കാറിൽ കയറി അവിടെ എത്തണ വരെ മഴ പെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കുമ്പോഴും മഴയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, ഉണ്ണികൾ, ഹസ്ബൻഡ്, ഞാൻ, അങ്ങനെ എല്ലാവരും കൂടി ഒരു റിസോർട്ടിലേക്ക് ഞങ്ങൾ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. ഹലോ, ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് വാടാനപ്പള്ളിയിലുള്ള ഐലൻഡ് ക്ലൗഡ് റിസോർട്ടിലാണ്. ഇതിൻ്റെ ഒരു ചുറ്റുപാടും പരിസരമൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അവിടെ ചെന്നപ്പോൾ കുറച്ച് സമയം നല്ല മഴയായിരുന്നു. അവിടെ എത്തിയിട്ട് ഞങ്ങൾ റിസോർട്ടിലേക്ക് കയറിയതിന് ശേഷം നല്ല മഴയായിരുന്നു. എന്നിട്ടാണ് പുറത്തേക്ക് വന്നിട്ട് ഞാനിതൊക്കെ ഒന്ന് വീഡിയോ എടുത്തത്. എന്തായാലും നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കാൻ ഇഷ്ടമുള്ളവർ, ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം. വേറെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുന്നിൽ കാണുന്ന ഈ ഒരു കായലും അതിൻ്റെ ആ ഒരു പരിസരം തന്നെയാണ്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി. എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു ആ സ്ഥലത്തിന്. ഇത് ഞങ്ങൾ താമസിച്ച റിസോർട്ടിൻ്റെ തൊട്ട് സൈഡിലുള്ള വേറൊരു റിസോർട്ടാണ്. ഇത് കുറച്ചും കൂടിയും ആൾക്കാർ കൂടുതലുള്ളവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. പിന്നെ ഇവിടെ ഇങ്ങനെ വള്ളത്തിലൊക്കെ പോകുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. പക്ഷേ നമ്മൾ ചെന്ന സമയം ഇത്തിരി ഒരു മോശം സമയമായിരുന്നു. കാരണം നല്ല മഴയായിരുന്നു. ആ സമയത്ത് ഒഴുക്ക് കൂടുതലാണ് ആ കായലിൽ. അപ്പോൾ നമുക്ക് ഒന്നിനും പറ്റില്ല. അവർ വേണ്ടാന്നാണ് പറഞ്ഞത്. അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ അവിടെ ഫുള്ളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാമായിരുന്നു. അങ്ങനെ അതിശക്തമായ കാറ്റും മഴയ്ക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ചിക്കൻ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി വീട്ടിൽ നിന്ന്. എന്നിട്ട് പിന്നെ ഞാൻ അനിയത്തിയും കൂടി അൽഫാം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മസാലയൊക്കെ പുരട്ടി സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങനെ അവർ ഗ്രില്ലൊക്കെ നമുക്ക് ചെയ്തു തരും. അപ്പോൾ നമ്മൾ തന്നെ കുക്ക് ചെയ്യണമെന്നുള്ളൂ. നമ്മൾക്കതൊരു എൻജോയ്മെൻറ്റ്. ഫുഡിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂമിലെത്തി. പിന്നെ ഞങ്ങളുടെ കലാപരിപാടികൾ ആരംഭിച്ചു. അതിൽ ഫസ്റ്റ് ഉള്ളത് അന്താക്ഷരി റൗണ്ടാണ്. അപ്പോൾ അന്താക്ഷരിയിൽ പിന്നെ കുറേ നേരം ഞങ്ങൾ കളിച്ച് ഒരുവിധം ബോറടിച്ചതിന് ശേഷം പിന്നെ ഓരോരുത്തരും പാട്ട് പാടാൻ തുടങ്ങി. അതിൽ അച്ഛൻ്റെ പാട്ടാണ് ഹൈലൈറ്റ്. മോർണിംഗ് എണീറ്റതിന് ശേഷം വീണ്ടും അവിടുത്തെ ആ ഒരു കായലിൻ്റെ ആ പ്രകൃതിയുടെ ഒരു ഭംഗി നോക്കാനായിട്ട് ഞാൻ ആ കായലോരത്തേക്ക് നടന്നു പോവാണ്. അവിടെ ചെന്നപ്പോഴാണല്ലോ ആ ഒരു മോർണിംഗ് വൈബ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും നല്ലൊരു രസം, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലം. സൈക്ലിങ്ങിന് ശേഷം ഞങ്ങൾ പൂളിലോട്ട് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ അവിടെ ഒരു ആറാട്ടായിരുന്നു.
അങ്ങനെ ആ റിസോർട്ടിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ഒരു മണിയോട് കൂടി തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ആ റിസോർട്ടിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് പോന്നു. അപ്പോൾ ഓക്കെ ബൈ.